ഇറാനിലെ എണ്ണപ്പാടങ്ങൾ കേന്ദ്രീകരിച്ച് ആക്രമണം ശക്തം. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ പലയിടത്തും വൻ തീപിടുത്തങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. പകരം ഇന്നലെ നടത്തിയ പ്രസ്താവനയ്ക്ക് വിരുദ്ധമായി ഇറാൻ പശ്ചിമേഷ്യയിൽ വീണ്ടും ആക്രമണം ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. കുവൈറ്റ് വിമാനത്താവളത്തിന് സമീപത്തെ എണ്ണ ടാങ്ക് ഡ്രോൺ ഉപയോഗിച്ച് ഇറാൻ തകർത്തു. ദുബായിൽ ഒരു പാകിസ്ഥാനി സ്വദേശി കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ. ഇറാൻ നടത്തിയ ഇപ്പോഴത്തെ ഈ നീക്കങ്ങളെ അമേരിക്ക നശിപ്പിക്കുന്നു എന്നാണ് വിദേശകാര്യമന്ത്രി അബ്ബാസ് അറഗ്ചി വിമർശിക്കുന്നത്. അമേരിക്ക ഒരു ചർച്ചകൾക്കും തയ്യാറല്ല എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വ്യക്തമാക്കി കഴിഞ്ഞു. Negotiating leverage, maybe maximum, but we're not looking to settle. They'd like to settle. We're not looking to settle. Iran accused the Israel. പശ്ചിമേഷ്യയിൽ ഒരുപക്ഷെ സമാധാനത്തിനുള്ള വാതിൽ തുറക്കുന്നു എന്ന് പ്രതീക്ഷിച്ചിരുന്നതാണ്. പ്രത്യേകിച്ച് ഇറാന്റെ ഭാഗത്ത് നിന്ന് ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളെ അവർ അപലപിക്കുകയും അതിൽ ക്ഷമാപണം നടത്തുകയും ചെയ്ത പശ്ചാത്തലമുണ്ട്. പക്ഷേ ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ആ വാക്ക് പാലിക്കാൻ ഇറാൻ തയ്യാറാകുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം തന്നെയാണ് ഇറാന്റെ എണ്ണപ്പാടങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് അമേരിക്കയും ഇസ്രയേലും ആക്രമണം തുടരുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ യുദ്ധം അവസാനിക്കുവാനോ യുദ്ധം നിയന്ത്രിക്കുവാനോ ഉള്ള ഒരു സാധ്യതയും നമുക്ക് ഇന്നും കാണാൻ സാധിക്കുന്നില്ല. അന്താരാഷ്ട്ര ഡെസ്കിൽ നിന്ന് അജയ് സുധാ ബിജുവാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അജയ്, ഇതാ US പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ഏറ്റവും ഒടുവിലത്തെ പ്രതികരണം, അത് ഒരു പ്രതീക്ഷയും നൽകുന്ന പ്രതികരണമല്ല. ഇറാൻ ഇന്നലെ എടുത്ത നിലപാടിൽ നിന്ന് വ്യത്യസ്തമായി ആക്രമണം തുടരുമ്പോൾ ഈ ആക്രമണം വീണ്ടും രൂക്ഷമാകുന്നു എന്ന് തന്നെയല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും കടുത്ത രീതിയിലുള്ള ആക്രമണം തന്നെ ഇറാനിൽ എമ്പാടും തുടരുകയാണ്. അതുപോലെ തന്നെ പശ്ചിമേഷ്യയിലെ സാഹചര്യം അത് ഓരോ ദിവസവും അത് മെച്ചപ്പെട്ടു വരും എന്ന് പ്രതീക്ഷിക്കുമ്പോഴും കൂടുതൽ ഗുരുതരമായി തന്നെ മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ട്രംപ് പറയുന്നത് ഇറാനുമായി യാതൊരുവിധ ചർച്ചകൾക്കും തയ്യാറല്ല, ഇറാനിലെ മിലിറ്ററി സംവിധാനം അത് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കും, അതുപോലെ തന്നെ അവിടെ ഇപ്പോഴുള്ള ഭരണകൂടത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന എല്ലാ നേതാക്കളെയും വകവരുത്തും. ഈ ഒരു ലക്ഷ്യവുമായിട്ടാണ് അമേരിക്ക മുന്നോട്ട് നീങ്ങുന്നതെന്നാണ് ട്രംപ് പറഞ്ഞത്. മാത്രമല്ല, ഞങ്ങൾക്ക് ആരുടെയും സഹായവും ഇതിന് വേണ്ട എന്നും ട്രംപ് വ്യക്തമാക്കുന്നു. അതായത് UK പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ സുരക്ഷയ്ക്കായിട്ട് അവരുടെ യുദ്ധവിമാനങ്ങളും അതുപോലെ തന്നെ ഡിഫൻസ് സംവിധാനങ്ങളും അയച്ചിരുന്നു. അതുപോലെ തന്നെ കുർദിഷ് സേനയെ അമേരിക്ക ഈ ആക്രമണത്തിൽ ഗ്രൗണ്ട് ലെവൽ അറ്റാക്ക് നടത്താൻ ബന്ധപ്പെട്ടു എന്നുള്ള അഭ്യൂഹങ്ങളും ഉണ്ടായിരുന്നു. ഇതിന് രണ്ടിനും പ്രതികരിച്ചുകൊണ്ട് ട്രംപ് പറഞ്ഞത്, ഞങ്ങൾക്ക് UKയുടെ ഒരു സഹായവും ആവശ്യമില്ല, അവർ ഏറെ ആലോചിച്ചതിന് ശേഷം പശ്ചിമേഷ്യയിലേക്ക് അവരുടെ യുദ്ധവിമാനങ്ങൾ അയച്ചിട്ടുണ്ട്, അത് നല്ല കാര്യം തന്നെയാണ്. പക്ഷെ ഞങ്ങൾ നിലവിൽ വിജയിച്ചുകൊണ്ടിരിക്കുന്ന ഈ യുദ്ധമാണ്, ഞങ്ങൾക്ക് ഇതിൽ UKയുടെ സഹായം ആവശ്യമില്ല എന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, കുർദിഷ് സേന അവർ നല്ല പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്, പക്ഷേ ഈ മേഖലയിൽ അവരുടെ ഇടപെടൽ ആവശ്യമില്ല എന്ന് ഞങ്ങൾ അവരെ അറിയിച്ചതായിട്ടും ട്രംപ് പറയുന്നുണ്ട്. അത്തരത്തിൽ US മതി, ഈ യുഎസിന് ഒറ്റയ്ക്ക് ഇറാനെ നിയന്ത്രിക്കാൻ കഴിയും എന്നൊരു അവകാശവാദത്തോടെ ട്രംപ് മുന്നോട്ട് നീങ്ങുകയാണ്. അതായത് അജയ്, ഈ കുർദിഷ് സേനയുടെ ആവശ്യമില്ല സേവനം എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രദ്ധിച്ചതാണ്, ഈ കുർദിഷ് സേനയുമായി അടക്കം ട്രംപ് ആശയവിനിമയം നടത്തുന്നു എന്നുള്ളത്. ഒരു പക്ഷേ കരയുദ്ധത്തിന് തയ്യാറെടുക്കുന്നു അമേരിക്ക, അതുകൊണ്ട് തന്നെയാകാം ഈ കുർദിഷുകളുമായും ആശയവിനിമയം നടത്തുന്നത്, കുർദുകളുമായും ആശയവിനിമയം നടത്തുന്നത് എന്നതായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. എങ്കിൽ ഇപ്പോൾ നമുക്കെന്താണ് മനസ്സിലാക്കേണ്ടത്? ഈ കടൽ മാർഗം ഉള്ള ആക്രമണം, ഒപ്പം ആകാശമാർഗം ഉള്ള ആക്രമണം, അതിനപ്പുറത്ത് കരയുദ്ധത്തിലേക്ക് പോകാൻ അമേരിക്ക ഇപ്പോഴും താല്പര്യപ്പെടുന്നില്ല എന്ന് തന്നെയല്ലേ? തീർച്ചയായിട്ടും. ഇപ്പോൾ നമ്മൾ ഒരു ദൃശ്യങ്ങൾ ഇന്ന് പുറത്തു വന്നിരുന്നു. അതായത് കൊല്ലപ്പെട്ട 6 അമേരിക്കൻ സോൾജേഴ്സിന്റെ മൃതദേഹങ്ങൾ അമേരിക്കയിലേക്ക് എത്തിയ ചില ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. നമുക്ക് അത് ഫുൾ സ്ക്രീനിലേക്ക് പോകുമ്പോൾ, അതായത് അജയ് സുധാ ബിജു തുടരുക. അജയ്, ഇതാ ആ ദൃശ്യങ്ങൾ, അതായത് മൃതദേഹങ്ങളടക്കം എത്തിക്കുന്ന ദൃശ്യങ്ങൾ ആണ്. അവിടെ എല്ലാ ഔദ്യോഗിക ബഹുമതികളോടും കൂടി ആ മൃതദേഹം സ്വീകരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്. പ്രത്യേകിച്ച് പ്രസിഡന്റ് തന്നെ ആ മൃതദേഹം സ്വീകരിക്കാൻ എത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. അജയ്, തുടരാം.
തീർച്ചയായിട്ടും ഇപ്പോൾ ഈ ഒരു ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്തിയ ഒരു കാര്യം, അതായത് ഇപ്പോൾ നിലവിൽ 6 ഉദ്യോഗസ്ഥരുടെ മരണമാണ് US ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത്. പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത് 6 US ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു എന്ന് തന്നെയാണ്. പക്ഷേ ഇറാൻ അവകാശപ്പെടുന്നത് ഈ US ഉദ്യോഗസ്ഥരുടെ മരണത്തിൽ കള്ളക്കണക്ക് കാണിക്കുന്നു. കൂടുതൽ US ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ചില US ഉദ്യോഗസ്ഥർ തങ്ങളുടെ പിടിയിലുണ്ടെന്നും ഇറാൻ അവകാശപ്പെടുന്നുണ്ട്. ഇറാന്റെ സെക്യൂരിറ്റി കൗൺസിൽ നേതാവായിട്ടുള്ള അലി ലാരിജാനിയാണ് ഈ ഒരു പ്രസ്താവന നടത്തിയത്. എന്തായാലും US നിലവിലൊരു കരയുദ്ധം ആക്രമിക്കുകയാണെങ്കിൽ നിലവിൽ ഈ കൊല്ലപ്പെട്ടതുപോലെ 6 ഉദ്യോഗസ്ഥരുടെ മരണം മാത്രമാകില്ല, കൂടുതൽ ഉദ്യോഗസ്ഥരുടെ മരണം അടക്കം റിപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ഇപ്പോൾ നിലവിൽ ഈ 6 ഉദ്യോഗസ്ഥരുടെ പൂർണ്ണ വിവരങ്ങൾ അമേരിക്ക പുറത്തുവിട്ടിട്ടുണ്ട്. ഇവര് ഒരു വനിതാ ഉദ്യോഗസ്ഥയെ അടക്കമാണ് ഈ കൊല്ലപ്പെട്ടവരിലുള്ളത്. ഇനി അമേരിക്ക ഒരു ഗ്രൗണ്ട് അറ്റാക്ക് നടത്തുകയാണെങ്കിൽ അത് അമേരിക്കയ്ക്ക് കനത്ത സാമ്പത്തിക നഷ്ടവും വരുത്തി തീർക്കും. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ ഇറാനും ഇറാഖും തമ്മിലുള്ള ഒരു ബോർഡർ ഒരു അവിടെയുള്ള സേനയാണ് ഈ കുർദിഷ് സേന എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബോർഡർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഈ കുർദിഷ് സേനയുടെ സഹായം ചോദിച്ചുകൊണ്ട് ഇറാനിൽ കൂടുതൽ ആക്രമണങ്ങൾ നടത്തുക, ഇതായിരുന്നു ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ലക്ഷ്യമെന്ന് ചില അഭ്യൂഹങ്ങൾ വന്നിരുന്നു. അതായത് ഈ കുർദിഷ് സേനയുമായിട്ട് 1 മാസമായി ഇസ്രായേൽ സമ്പർക്കത്തിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ അമേരിക്ക ഈ കുർദിഷ് സേനയെ ബന്ധപ്പെട്ടു എന്നുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു. ഇതിന് ഈ ഒരു കുർദിഷ് സേനയ്ക്ക് ഈ ഇറാൻ അകത്തേക്ക് കടക്കുന്നതിന് സഹായമായിട്ട് ഇസ്രായേൽ ഇറാന്റെ പടിഞ്ഞാറൻ മേഖലയിൽ വ്യോമാക്രമണം ശക്തമാക്കി എന്നുള്ള ചില വാർത്തകളും പുറത്തു വന്നിരുന്നു. ഇപ്പോൾ ഇറാൻ ഇതിനെ പ്രതിരോധിച്ചുകൊണ്ട്, അതായത് ഈ കുർദിഷ് സേനയുടെ എന്തെങ്കിലും തരത്തിലുള്ള മൂവ്മെന്റ് നടക്കുന്നതിന് മുൻപേ അവരെ പ്രതിരോധിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി ഈ ഇറാഖിലുള്ള ചില കുർദിഷ് സൈനിക ബേസുകൾക്ക് നേരെ ആക്രമണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ കുർദിഷ് ഭരണകൂടം, ഇവിടെ ഒരു ഓട്ടോണോമി ഭരണകൂടമാണുള്ളത്. അവർ ഇത്തരത്തിൽ കുർദിഷ് സേന ഇറാനെ ആക്രമിക്കുന്ന കാര്യങ്ങളെല്ലാം അവർ പരസ്യമായി നിഷേധിച്ചിട്ടുണ്ട്. പക്ഷേ ഇറാൻ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലും അമേരിക്കയും ഇവരെ ബന്ധപ്പെട്ടു, ഇവർ ഞങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുമെന്നാണ്. എന്തായാലും ഈ ഒരു ആരോപണങ്ങളെല്ലാം തുടർച്ചയായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഇസ്രായേലും അമേരിക്കയും ഇറാനെതിരെ ഓരോ ദിവസവും തങ്ങളുടെ നിലപാട് ശക്തമാക്കുകയാണ്. മറ്റൊരു ശക്തികളുടെയും സഹായം ആവശ്യമില്ല, ഞങ്ങൾ തന്നെ ആക്രമണം നടത്തി അവരെ വരുതിയിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലെ രാത്രി ടെഹ്റാൻ നഗരത്തിലും അതുപോലെ തന്നെ ഇറാന്റെ പല ഭാഗങ്ങളിലും ശക്തമായിട്ടുള്ള സ്ഫോടനങ്ങൾ ഉണ്ടായത്. ഈ ഇസ്രായേലും അതുപോലെ തന്നെ US-ഉം പ്രധാനമായിട്ടും ഇന്നലെ ലക്ഷ്യം വെച്ചത് ഇറാന്റെ എണ്ണപ്പാടങ്ങളെ തന്നെയായിരുന്നു. എണ്ണപ്പാടങ്ങളിൽ ഒരു രൂക്ഷമായിട്ടുള്ള ആക്രമണം നടത്തിയതിൻ്റെ ഫലമായി ഇറാനിൽ പല സ്ഥലങ്ങളിലും വൻ സ്ഫോടനങ്ങളും തീപിടുത്തവും ഉണ്ടായി. ടെഹ്റാൻ നഗരത്തിലുള്ള ചില ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ അടക്കം കാണുന്നത്. ഇത്തരത്തിൽ ഈ മേഖലയിൽ നമുക്ക് പല ഭാഗത്തും വളരെയധികം സ്ഫോടനങ്ങളും അതുപോലെ തീപിടുത്തവും നടന്നു. തീപിടുത്തം എല്ലാം അവിടെ സേനയ്ക്കടക്കം നിയന്ത്രിക്കാനായത് വളരെയധികം പണിപ്പെട്ടുകൊണ്ടാണ്. കണ്ടാൽ പേടിക്കുന്ന ചില അവിടെ ആളുകൾ പകർത്തിയ ദൃശ്യങ്ങളുണ്ട്, അതുപോലെ തന്നെ മറ്റ് വീഡിയോ ക്യാമറകൾ വഴി ചിത്രീകരിച്ച ദൃശ്യങ്ങളുണ്ട്. ഇതിലെല്ലാത്തിലും സൂചിപ്പിക്കുന്നത് ടെഹ്റാൻ നഗരത്തിൽ പലയിടത്തും വളരെ വലിയ നാശനഷ്ടമാണ് ഉണ്ടായതെന്നാണ്. മാത്രമല്ല മധ്യ ഇറാനിലും അതുപോലെ പടിഞ്ഞാറൻ ഇറാനിലും അടക്കം ഇപ്പോൾ നിലവിൽ ആക്രമണം നടന്നിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതിൻ്റെ ഒരു തിരിച്ചടി എന്നോണമാണ് നിലവിൽ ഇറാൻ പശ്ചിമേഷ്യയിലുള്ള മറ്റ് രാജ്യങ്ങളിലേക്ക് ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇന്നലെ ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പറഞ്ഞത് പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ ജനവാസ മേഖലകൾ കേന്ദ്രീകരിച്ചും പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്ക് നേരെ ഇനി ആക്രമണം നടത്തില്ല, ജനവാസ മേഖലകളിലുണ്ടായ ആക്രമണങ്ങൾക്ക് ഞങ്ങൾ ഖേദം പ്രകടിപ്പിക്കുന്നു എന്നും ഇറാനിയൻ പ്രസിഡന്റ് വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ US-ന്റെയും ഇസ്രായേലിൻ്റെ ആക്രമണങ്ങൾ കനത്ത സാഹചര്യത്തിൽ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലേക്ക് ഇറാന്റെ ആക്രമണം അത് കൂടുതൽ രൂക്ഷമായിരിക്കുകയാണ്. ഇന്നലെ രാവിലേക്ക് നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെ അതേപോലെ തന്നെ രൂക്ഷമായിട്ടുള്ള ആക്രമണം അത് ഇന്നുമുണ്ടായി. ഇറാന്റെ നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ നേതാവായിട്ടുള്ള അലി ലാരിജാനിയും അതുപോലെ തന്നെ ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചിയും വ്യക്തമാക്കുന്ന കാര്യം, ഇറാൻ മുന്നോട്ട് വച്ച സൗഹൃദ സന്ദേശത്തെ US കൊന്നുകളഞ്ഞു. ഇറാന്റെ ഒരു സഹകരണം അത് പശ്ചിമേഷ്യൻ രാജ്യങ്ങളുമായിട്ട് സഹകരിച്ചുകൊണ്ട് സമാധാനപരമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു നീക്കമാണ് US നശിപ്പിച്ചത്. ഇതിന് കടുത്ത പ്രത്യാഘാതം തന്നെ അവർ അനുഭവിക്കുമെന്നും ഈ നേതാക്കൾ വ്യക്തമാക്കിയിരുന്നു. അതിന് പിന്നാലെ ഏറ്റവും കൂടുതൽ ആക്രമണം നടന്നത് കുവൈറ്റിലും അതുപോലെ തന്നെ ബഹ്റൈനിലും അടക്കമാണ്. കുവൈറ്റിലെ വിമാനത്താവള
വിമാനത്താവളത്തിന് സമീപമുള്ള ഒരു എണ്ണ ടാങ്കർ അത് ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് തകർക്കുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുവൈറ്റിലുള്ള ഒരു കെട്ടിടം, അവിടുത്തെ ഒരു പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ സോഷ്യൽ സെക്യൂരിറ്റി കെട്ടിടം, ആ കെട്ടിടത്തിലേക്ക് ആക്രമണമുണ്ടായി. ഈ കെട്ടിടം നിന്ന് കത്തുന്ന ചില ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. അതുപോലെ തന്നെ തീർച്ചയായും, അതായത് അജയ് തുടരുക. അജയ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് അനുസരിച്ച് യുദ്ധത്തിന്റെ കഴിഞ്ഞ 24 മണിക്കൂറുകൾ പരിശോധിക്കുമ്പോൾ അതിൽ പ്രധാനമായും യുദ്ധം കേന്ദ്രീകരിക്കപ്പെടുന്നത് ഈ എണ്ണപ്പാടങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് എന്ന നിലയിലേക്കാണ്.